വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യക്ക് മേലുള്ള തീരുവ യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് മേൽ വന്ന് ഭവിച്ചിരിക്കുന്നത്. ഒരു അടാറ് സഖ്യം അണിയറയിൽ രൂപപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു പോരാത്തതിന് ബ്രിക്സ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കം തുടങ്ങി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അനൗദ്യോഗികമായിട്ട് ബ്രിക്സ് കറൻസി ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് വരുന്നു. ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഭയന്നിരുന്നത് ഈ ബ്രിക്സ് കറൻസിയെ കുറിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഇന്ത്യയെ ഒരു വർഷം 13 ലക്ഷം കോടി രൂപയ്ക്കാണ് എണ്ണ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിപണി ഡൊണാൾഡ് ട്രംപിന്റെ വലിയൊരു നോട്ടത്തിലുണ്ടായിരുന്ന ഒരു വിപണിയാണ്. ആ വിപണി കീഴടക്കണം എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ആദ്യം മാന്യമായിട്ട് പറഞ്ഞു, ഈ വിപണി ഞങ്ങൾക്ക് തരണം, അതുകൊണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന് ഡൊണാൾഡ് ട്രംപ് ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു. ഇന്ത്യ പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല. ഇന്ത്യയുടെ നിലവിലത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ആശ്രയിച്ചല്ല ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളത് ആണ്. ഇപ്പോ പല വിശകലന വിദഗ്ധരും ചോദിക്കുന്നത്, ഒരു സപ്പോസ് നാളെ നമുക്ക് റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായില്ല. റഷ്യ ഡിസ്കൗണ്ട് തരുന്നത് കൊണ്ടാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുന്നത്, അത് വേറെ കാര്യം. കച്ചവടം വേറെ, സൗഹൃദം വേറെ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യ ഇപ്പോൾ എണ്ണ തരുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല, അത് വേറെ കാര്യം. പക്ഷെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ യുദ്ധങ്ങളിലൂടെയാണ്. ഈ റഷ്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ, ഇപ്പോൾ നാറ്റോയൊക്കെ റഷ്യയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു പ്രതിസന്ധി വരും. ട്രംപ് ഇരിക്കുന്നത് കൊണ്ട് അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഇത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഘടന, അതിനെ ശക്തിപ്പെടുത്താനായി ഇന്ത്യയും റഷ്യയും ചൈനയും തുനിഞ്ഞിറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്, വലിയൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ട്രംപിന് മുന്നിലുള്ള ഇനി ഏക പോംവഴി എന്ന് പറയുന്നത്. റഷ്യയെ ആദ്യം സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചത് ഇന്ത്യ വഴിയാണ്, നടന്നില്ല. ഇനിയിപ്പോൾ റഷ്യയെ ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുക എന്നുള്ളത് മാത്രമാണ് അമേരിക്കയ്ക്ക് ഒരു വഴി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കാൻ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ എല്ലാവരും അതിന് പറഞ്ഞ ഒരു ഉത്തരം എന്ന് പറയുന്നത്, യുക്രൈന്റെ അതിർത്തിയിൽ നാറ്റോയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു. യുക്രൈൻ നാറ്റോയിൽ അംഗമായി കഴിഞ്ഞാൽ നാറ്റോയുടെ സാന്നിധ്യം യുക്രൈൻ അതിർത്തിയിൽ വരും. അത് റഷ്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അമേരിക്കയുടെ ഒരു വലിയ ചതി അല്ലെങ്കിൽ ഒരു വലിയൊരു കളി ഇതിന്റെ പുറകിലുണ്ട്. റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഒരു പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈനിന്റെ പേര് ഞാൻ മറന്നു, ആ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഒരു പൈപ്പ് ലൈൻ വരുന്നുണ്ട്. ആ പൈപ്പ് ലൈൻ റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് യൂറോപ്പിലേക്ക് ഇവർക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഗ്യാസ് അവിടെ സപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡോളറിന്റെ നില പരിങ്ങലിലാവും. ഡോളറിന്റെ നില പരിങ്ങലിലാകുമ്പോൾ റഷ്യക്ക് മേൽ എന്തെങ്കിലും പറഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായി മാറി. അതിനായി ഇവർ യുക്രൈനെ ഉപയോഗിച്ചു. യുക്രൈനെ ഞങ്ങൾ നാറ്റോയിൽ അംഗമാക്കാമെന്ന് അമേരിക്ക സമ്മതിക്കുകയും, അങ്ങനെ യുക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ തീരുമാനിച്ചാൽ റഷ്യ യുക്രൈനെ ആക്രമിക്കുമെന്ന് കൃത്യമായി അമേരിക്കയ്ക്ക് അറിയാം. അത് പറഞ്ഞ് ഉപരോധം അടിച്ചു കൊടുക്കാം. അപ്പോഴും ഡോളറിന്റെ ഒരു ഒരു സുരക്ഷിതത്വമാണ് അമേരിക്ക അവിടെ നോക്കിയത് എന്നുള്ളതാണ്. ഇപ്പോ ആ ഡോളറിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ബ്രിക്സ് കറൻസി എത്രയും വേഗം ഇറക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോ റഷ്യയെ ഇപ്പൊ യുക്രൈനുമായിട്ടാണ് യുദ്ധം, ഇനി നാറ്റോയെ ഇറക്കി റഷ്യയെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ട്രംപിന്റെ ഭാഗത്തുനിന്ന് അപകടകരമായ രീതിയിൽ ഉണ്ടായേക്കാം എന്ന് വിശകലന വിദഗ്ധർ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് കൃത്യമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സ്വിറ്റ്സർലാൻഡും സ്പെയിനും അടക്കം ഇപ്പൊ ഡെൻമാർക്ക് രംഗത്തെത്തിയിട്ടുണ്ട്. ഡെൻമാർക്ക് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക എതിർത്താണ് രംഗത്തെത്തിയത്. ചരിത്രത്തിൽ ഇല്ലാത്ത സാധനമാണ്. ഡെൻമാർക്ക് പറയുന്നത് ഇല്ല, അമേരിക്ക പറയുന്ന തെറ്റാണ്, ഇന്ത്യയുടെ ഡെഡ് എക്കണോമി അല്ല, ട്രംപിന് തെറ്റ് പറ്റിയതാണ്, ഇന്ത്യയുടെ എക്കണോമി വളരെ ആക്റ്റീവ് ആണ്, വളരെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ട്. നാറ്റോയും ട്രംപും തമ്മിൽ ഉടക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സാഹചര്യം ബിൽഡപ്പ് ചെയ്ത് അമേരിക്ക കൊണ്ടുവരുന്നത് വിജയേട്ടാ? എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിട്ട് അമേരിക്ക അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് വലിയൊരു തടസ്സമായി നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് അതുകൊണ്ട് അമേരിക്ക ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു എണ്ണ വിപണിയും ഇന്ത്യയുടെ മറ്റുള്ള ഈ സ്ട്രാറ്റജികളൊക്കെ അമേരിക്കയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുന്നത് ഇതിന്? ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ഈ ട്രംപ് ഭക്തന്മാരുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, ട്രംപ് ഭക്തന്മാരും അമേരിക്ക ഭക്തന്മാരുണ്ട്. അപ്പൊ അവര് പറയുന്ന കണക്ക് ട്രംപ് പറഞ്ഞതുപോലെ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് കരുതുക. എന്താണ് പിന്നെ സംഭവിക്കുന്നത്? പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണ വില കുതിച്ചുയരും. ഇപ്പോൾ ബാരലിൽ കിട്ടുന്ന റേറ്റ് അല്ല, ലോകത്തെമ്പാടും ഉയരും. കാരണം
പിന്നെ നമുക്ക് ആശ്രയിക്കാനുള്ള മെയിൻ വിപണികൾ കുറഞ്ഞു. കാരണം റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയും ചൈനയും എണ്ണ വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണയ്ക്കായിട്ട് ഈ രണ്ട് വമ്പൻ രാജ്യങ്ങൾ, കാരണം എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, മറ്റൊന്ന് ചൈനയാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ പിന്നെ എവിടെയായിരിക്കും സമീപിക്കുക? മറ്റു രാജ്യങ്ങളെ സമീപിക്കും. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി എണ്ണയ്ക്ക് വില കൂടും. അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. സപ്ലൈ കുറയും, ഡിമാൻഡ് കൂടും. കാരണം റഷ്യയുടെ ലോകത്തിലെ 14% എണ്ണ റഷ്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ അമേരിക്ക ഒരു സമയത്ത് പറഞ്ഞത് റഷ്യയുടെ കയ്യിൽ നിന്ന് ആരും എണ്ണ വാങ്ങിക്കില്ലെന്ന്. അപ്പോൾ ഈ ലോക രാജ്യങ്ങൾ പറഞ്ഞത് റഷ്യ 14% എണ്ണ കൊടുക്കുമ്പോൾ ആരും റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാതിരുന്നാൽ ഈ 100-ൽ 14% കട്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം കൂടും. സമ്മർദ്ദം കൂടുമ്പോൾ അവർക്ക് സപ്ലൈ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എണ്ണയുടെ വില കുതിച്ചു വരും. അപ്പോൾ ഇന്ത്യയാണ് രക്ഷകരായിട്ട് വന്നത്. ശരി, ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഇന്ത്യയാണ് അപ്പോൾ രക്ഷകരായി. അതിന്റെ പിറകെയാണ് പിന്നെ ചൈന വന്നത്. അങ്ങനെ ഇപ്പൊ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാതിരുന്നത് വളരെ കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും, ഇൻഫ്ലേഷൻ അതിഭീകരമായിട്ടുണ്ടാകും. ഇപ്പോ യൂറോപ്പാണ് പട്ടിണിയിലാവാൻ പോകുന്നത്. അല്ല, അവിടെയും ട്രംപ് ഒരു അതിബുദ്ധിയാണ് കാണിക്കുന്നത്. ട്രംപ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങൂ, അത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എണ്ണ എടുക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓക്കെ, വില കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കോ, ഞങ്ങൾ തരാം എന്നാണ് പറയുന്നത്. അതായത് അവരുടെ അടുക്കളപ്പാറത്തൊക്കെ കിടക്കുന്ന ആളുകളോട് പറയുന്നതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ അവിടെ നിന്ന് അപ്പം വില കൂടില്ലേ എണ്ണ അവിടെ നിന്ന് വാങ്ങാതിരുന്നത്? അതിന് കുഴപ്പമില്ല, വില കൂടിയാലും എന്താ, ഞങ്ങളുടെ എണ്ണ തരാമല്ലോ, ഞങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഈ പൊട്ടം പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും തരത്തില് റഷ്യയെ ബുദ്ധിമുട്ടിക്കാനാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ റഷ്യയിലേക്ക് യൂറോപ്യൻ യൂണിയനിലെ കൺട്രീസിലേക്ക് ഇപ്പോൾ തന്നെ നിലവിൽ ഏതാണ്ട് 51% എണ്ണ പോകുന്നുണ്ട് റഷ്യയിൽ നിന്ന്. ഇത് തന്നെയാണ് പിന്നെ ഇന്ത്യ ചോദിക്കുന്നത്. തുർക്കി വാങ്ങുന്നില്ലേ? മറ്റു രാജ്യങ്ങൾ വാങ്ങുന്നില്ലേ? പിന്നെ ഇനി ഏറ്റവും വലിയ രസം, ഈ എണ്ണ കൊണ്ടുപോകുമാരാന്നറിയാവോ? അമേരിക്കയിലെ 2 വൻപൻ കമ്പനികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ കമ്പനിയുടെ പേര് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല, കഴിഞ്ഞ ചർച്ച ഞാനിത് പറഞ്ഞിരുന്നു. കസാഖിസ്ഥാൻ വഴിയാണ് ഈ പൈപ്പ് ലൈൻ പോകുന്നത്. ഈ പൈപ്പ് ലൈൻ പോകുന്നത് ഇതിന്റെ പിന്നെ എണ്ണ കൂടുതൽ പോകുന്ന ഇങ്ങോട്ടേക്കാണ്, യൂറോപ്യൻ കൺട്രീസിലേക്കാണ്. ഇത് 2 വൻകിട കമ്പനികളാണ് അമേരിക്കയിലെ, അവരാണ് നടത്തുന്നത്. അത് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം, റഷ്യ ഈ കസാഖിസ്ഥാൻ വഴി പോകുന്ന എണ്ണയുടെ അതങ്ങ് പൂട്ടിയാൽ, അത് അടച്ചു കഴിഞ്ഞാൽ എണ്ണ കിട്ടാതായി പോകും അവർക്ക്. അത് യൂറോപ്പിന് വലിയ പ്രതിസന്ധിയിലാക്കും. അപ്പം ഈ രാജ്യങ്ങൾ എങ്ങോട്ടേക്കായിരിക്കും എണ്ണ വാങ്ങാൻ വരുന്നത്? യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവർ വരുന്നത് GCC അടക്കമുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും. നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും. അപ്പം ഇപ്പോൾ 80 രൂപ അല്ലെങ്കിൽ 70 രൂപ ബാരലിനുള്ള എണ്ണയ്ക്ക് നേരെ 150 ആകും. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു ബൈക്കിനകത്ത് മൂത്രം ഒഴിച്ചുകൊണ്ട് പോകത്തില്ലല്ലോ, പെട്രോൾ തന്നെ ഒഴിക്കണ്ടേ? 1 രൂപ കൂടി കഴിഞ്ഞാൽ ഇവിടെ സമരം തുടങ്ങത്തില്ലേ? 106-ൽ നിന്ന് 108 ആയി കഴിഞ്ഞാൽ എന്താകും ഇവിടുത്തെ അവസ്ഥ? ഇപ്പൊ പറയുന്നവരൊന്നും അല്ല പിന്നെ പറയുന്നത്. ഇവരൊക്കെ ഒരു വായി 2 വർത്തമാനം പറയുന്നവരാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഈ ഇന്നലെ നടന്ന ഒരു ഏറ്റവും പുതിയൊരു ഡെവലപ്മെന്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസർബൈജാനും അർമേനിയയും തമ്മിൽ ഒരു സമാധാന കരാറിൽ ട്രംപ് ഒപ്പിടിച്ചു. അതിന്റെ കാര്യം വെച്ചാൽ ട്രംപ് ഭയക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. കാരണം ഇതുവഴിയൊക്കെ കടന്നു പോകുന്ന, കാരണം ഈ റഷ്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ സോപ്പിട്ട് കൂടെ നിർത്തിയില്ലെങ്കിൽ പണി വരുമ്പോൾ ഇതൊന്ന് പേടിപ്പിച്ച് നിർത്താനെങ്കിലും ആരെങ്കിലും ഒക്കെ അവിടെ വേണ്ടേ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ റഷ്യയെ സംബന്ധിച്ച് ഇതൊക്കെ റഷ്യ നോക്കി കാണുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അസർബൈജാനും റഷ്യയും തമ്മിൽ നിലവിലുടക്കമുണ്ട്. കാരണം റഷ്യയെ നമുക്കറിയാം, അവരൊരു 2-3 വർഷം അനങ്ങാതിരിക്കുകയും 3-ാമത്തെ വർഷം അടുത്തുള്ള എവിടെയെങ്കിലും ഒരു ചെറിയ ചൊറിച്ചിൽ വന്ന് അങ്ങോട്ട് കയറി അടിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണത്. ഇവരെല്ലാം ഈ പോരാട്ടത്തിന്റെ രാജ്യങ്ങളാണ്. ഈ റഷ്യ ആയാലും ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും ഒക്കെ ഈ പഴയ യുദ്ധപ്രഭുക്കന്മാരെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലുള്ള പ്രഭുക്കന്മാർ തന്നെയാണ്. ഇവരുടെ ഒരു ജനറ്റിക് നേച്ചറാണത്. അപ്പൊ സ്വാഭാവികമായി തന്നെ അവർ ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പം ഇത് ഒന്നാമത്തെ ഒരു കാര്യം. ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, ഈ ട്രംപ് ഇതേ നിലപാടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ലോകത്ത് പഴയതുപോലെയല്ല, കുറച്ച് ഫാസ്റ്റ് ആണ് ഇപ്പോൾ ലോകം. പഴയതുപോലെ അമേരിക്ക അംഗീകരിച്ചിട്ട് അമേരിക്കയുടെ കൊടിക്കീഴിലേക്ക് പോകാൻ ഒരുപാട് രാജ്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ട്രംപ് ഈ വാഗ്ദാനങ്ങൾ മാത്രമേ എല്ലാവരും കൊടുത്തിട്ടുള്ളൂ, നിങ്ങളുമായിട്ട് മറ്റേ വ്യാപാരം ചെയ്യാം, മറിച്ച് വ്യാപാരം ചെയ്യാന്നൊക്കെ. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് ബദലായിട്ടൊരു സഖ്യം ഉയർന്നു വരും. ബദലായിട്ട് സഖ്യം ഉയർന്നു വന്നാൽ കുഴപ്പം, ഈ ശീത യുദ്ധകാലത്തേക്കാളും വലിയ രീതിയിലാണ് ഇപ്പം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. 2 മാസം മുമ്പ് ഞാനും ധനുഷും കൂടി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം അണുവായുധങ്ങൾ വളരെ വേഗം നിർമ്മിച്ചു കൂട്ടുന്നു, വാങ്ങിക്കൂട്ടുന്നു, ഇല്ലെങ്കിൽ കൂടുതൽ നിർമ്മിക്കുന്നു. ഇന്ത്യ തന്നെ 50 തൊട്ട് 80 വരെ ഈ ആണവ പോർമുനകൾ നിർമ്മിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇന്റർനാഷണൽ തലത്തിൽ വന്ന വാർത്തകളാണ്. എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്? ലോകം കരുതുന്നു ഏത് നിമിഷവും ഒരു അടി പൊട്ടും. കാരണം ഇപ്പൊ ഈ ട്രംപ് കാണിക്കുന്ന ഗിമ്മിക്കുകളൊന്നും കൊണ്ട് കാര്യം മുമ്പോട്ട് പോകില്ല. ഇപ്പം ആഗസ്റ്റ് 15 അലാസ്ക വെച്ചിട്ട് ട്രംപും പുടിനും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അവിടെ മാധ്യമപ്രവർത്തകർ റഷ്യയോട് ചോദിച്ചു അവിടെ സെലൻസ്കി വരുമോ എന്ന്. അപ്പൊ എന്താണ് റഷ്യ പറഞ്ഞത്? സെലൻസ്കി ഇപ്പോഴില്ല, ഞങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ സെലൻസ്കി വരും. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സെലൻസ്കിയും ട്രംപും പുടിനും ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് എന്താണ്? റഷ്യ പറയുന്നത്
സെലൻസ്കി ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ആദ്യം ഒരു ധാരണ എത്തട്ടെന്നാ പറയുന്നത്. റഷ്യ ചോദിച്ചിരിക്കുന്നത് യുക്രൈന്റെ 5 പ്രവിശ്യ ഞങ്ങൾക്ക് വേണം, 2 പ്രവിശ്യ കൊടുക്കാന്ന് ഇപ്പൊ ട്രംപ് സമ്മതിച്ചു. ഇത് കൊടുക്കാനായിരുന്നെങ്കിൽ നേരത്തെ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ, നേരത്തെ തീർന്നില്ലേ. പക്ഷെ 2 കൊണ്ട് റഷ്യ ഒതുങ്ങില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവർ മിനിമം 3 പ്രവിശ്യക്കിലും, കാരണം അവർ ക്യാപ്ചർ ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുന്ന പ്രദേശങ്ങളാ, അല്ലാതെ ദാനമായിട്ട് കിട്ടുകയല്ല, അവിടുന്ന് ഇവർ മാറില്ല. അതുകൊണ്ട് ആ പ്രശ്നം തീരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും തീർന്നാലും ഇല്ലെങ്കിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഐക്യത്തിനും, ഇപ്പൊ പല രാജ്യങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന ഈ ഐക്യത്തിനും ആ ഒരു എന്താണ് പറയുന്ന ബന്ധങ്ങൾക്കൊന്നും ഒരു കോട്ടവും വരില്ല, അത് കുറച്ചുകൂടി ശക്തി പ്രാപിക്കുകയുള്ളൂ. ഈ ട്രംപ് ഇപ്പോൾ ചെയ്യുന്ന പണി വെച്ചാൽ ഈ മായാജാലക്കാരന്റെ പണിയാണ് കാണിക്കുന്നത്. മായാജാലക്കാരൻ റഷ്യയിൽ അവിടെ പോകുന്നു, പുടിനുമായിട്ട് സംസാരിക്കുന്നു, പുടിന്റെ കാല് പിടിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും എനിക്കൊരു നോബൽ പ്രൈസ് വേണം, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, ഒരു നാടകം പോലെ കളിക്കുന്നു. ശരി, ഇപ്പൊ ട്രംപ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ചർച്ച പൊളിഞ്ഞാലും ഇല്ലെങ്കിൽ ട്രംപ് ആദ്യം പറയാൻ പോകുന്ന സാധനം, ഞാൻ പുടിനോട് പറഞ്ഞു നിർത്തിക്കുക പണി, പുടിന് അപ്പൊ തന്നെ പരിപാടി നിർത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോരും. ഇച്ചിരി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ സെലൻസ്കി പറയും, എന്തോ വൃത്തിയോടെ കാണിച്ച, അങ്ങനെ ഇവിടുത്തെ മുഴുവൻ സ്ഥലമൊക്കെ കൊടുത്തു എന്ന് പറയും. കാരണം അമേരിക്കയുടെ പകുതിയിലേറെ സ്ഥലം ഇപ്പൊ യുക്രൈന്റെ പകുതിയിലേറെ സ്ഥലം ഇപ്പൊ അമേരിക്കയിലായിരിക്കുന്നത്. അമേരിക്കൻ വ്യവസായികളാണ് അവിടുത്തെ പല സ്ഥലങ്ങളും പാട്ടത്തിന് എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പൊ യുദ്ധത്തിന്റെ ഒരു കണക്ക് ഇപ്പൊ ഒരു ലിസ്റ്റ് കൊടുക്കും ട്രംപ്, കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങള് തന്ന മിസൈലിന്റെ കണക്ക് ഇത്ര കോടി രൂപ, 10 മിസൈൽ തന്നതിന്റെ, ഇത്ര ബോംബ് തന്നതിന്റെ കണക്ക് എത്രയാ, ഈ പൈസ ഇങ്ങോട്ട് താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? ഉക്രൈന്റെ പോർട്ട് അടക്കം ഇങ്ങെടുക്കും. ശരി, 99 വർഷത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് ഞങ്ങൾ നടത്തിക്കോളാം, ഈ പൈസ വസൂലാക്കണമല്ലോ, പിന്നെ നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം, നിങ്ങൾ ഇനി വലിയ ആയുധമൊന്നും വേണം, നിങ്ങളെ പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ തമ്പടിച്ച് ആ രാജ്യത്തെ ഒരു ഭാഗം കൊണ്ട് അമേരിക്ക തിന്നു മാറ്റും, കുറച്ച് ഭാഗം റഷ്യക്കും കൊടുക്കും. അതാണ് ഇപ്പൊ ട്രംപ് കൊണ്ടിരുന്നത്. ഇത് എത്രത്തോളം സെലൻസ്കി അംഗീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സെലൻസ്കി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത്, അവർ ഈ ഒരു കോംപ്രമൈസിന് തയ്യാറാകും ഇല്ല. അവരാരും ഇത്ര നാൾ ഈ സെലൻസ്കി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്, അപ്പൊ അവർ സമ്മതിക്കാൻ സാധ്യതയില്ല. പിന്നെ പുടിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ട്രംപിനെ അദ്ദേഹം ഒരു വലിയ സീരിയസ് നേതാവായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. കാരണം പുടിന്റെ തന്നെ ഒരു വലങ്കൈ ആയിരുന്ന വ്യക്തിയായിട്ടാണ് ലോകം പറയുന്നത് ഈ ട്രംപ്. ഇന്ന് ഏതോ ഒരു മാധ്യമത്തിൽ തിരക്കിട്ട് തന്നെ ട്രംപ് റഷ്യയുടെ ചാരനോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അതിന് സംശയിക്കുന്നുണ്ട്. കാരണം ഈ 1ാം ട്രംപിന്റെ ഇതുണ്ടല്ലോ ഇലക്ഷൻ, അതിന് മുഴുവൻ ഫണ്ട് ചെയ്ത റഷ്യ ആണെന്നാണ് അമേരിക്കയിൽ ഇപ്പോഴും ഉള്ള ആരോപണം. റഷ്യയാണ് അതിന് പിന്നിൽ നിന്ന്. അതിനകത്ത് പറയാനുള്ള കാരണത്തിൽ ഈ ട്രംപിന്റെ കൂടുതൽ ബിസിനസ്സും ഈ ഓയിൽ പൂൾസും ഒക്കെ കിടക്കുന്ന റഷ്യയിലാണ്. അപ്പം ഇങ്ങനെയും ഉണ്ട് അതൊരു കാര്യം. അപ്പം ഇതൊരു വലിയ കാരണം ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ നാളായിട്ട് ഡൗൺ ആയിട്ട് നിന്ന റഷ്യ ഒരു മേജർ റോളിലേക്ക് കയറി വന്നു. കാരണം ബ്രിക്സ് എന്ന് പറഞ്ഞത് കുറെ ഡൗൺ ആയി നിന്നതാണ്. ഈ ബ്രിക്സ് ആദ്യം കൊണ്ടപ്പോഴത്തേക്കും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പുച്ഛിച്ചതും കളിയാക്കിയതുമാണ് ആദ്യം. പിന്നീട് അവർക്ക് തോന്നി ഇത് G7 എതിരായിട്ട് ബദലായിട്ടൊരു സാമ്പത്തിക ഐക്യമാണല്ലോ കാണുന്നതെന്ന് തോന്നി. G7 ബദലാണ് ബ്രിക്സ് എന്ന് അവർ ആദ്യം പറഞ്ഞു. ഇപ്പൊ അവരെന്താ പറയുന്നത്? നാറ്റോയ്ക്ക് ബദലാണെന്നാണ് പറയുന്നത്. അതായത് എല്ലാ തരത്തിലും അവർക്കൊരു ബദലായിട്ട് അത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം കൂടി വരുമ്പോഴത്തേക്കും എന്താണ് ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളത് വളരെ ഒരു നിർണായകമായ കാര്യമാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് എണ്ണ മുട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ എണ്ണ മുട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ബ്രസീലിൽ നിന്ന് നമ്മളിപ്പോൾ കൂടുതൽ എണ്ണ വാങ്ങാൻ തുടങ്ങി. ബ്രസീൽ പറഞ്ഞ എത്ര എണ്ണ വേണമെങ്കിലും ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യാത്തൊരു സ്ഥലം കൂടിയുണ്ട്. എവിടെയാണെന്നറിയാവോ? അത് ഇറാനാണത്. ഇറാനിൽ നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ചാണ്. നമ്മൾ ഇറാനിൽ നിന്ന് വളരെ കുറച്ച് എണ്ണ മാത്രമാണ് വാങ്ങുന്നത്. പക്ഷെ ചൈന റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്ര എണ്ണ വാങ്ങുന്നില്ല. പക്ഷെ അവർ ഇറാന്റെ കയ്യിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നുണ്ട്. ഇറാന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. ഒരു പക്ഷെ നാളെ റഷ്യയുടെ എണ്ണ നിന്ന് പോയാലും നമ്മളെ സംബന്ധിച്ച് വലിയ ടെൻഷൻ അടിക്കണം. നമുക്ക് ഇറാനുണ്ട്, UAE, അതുപോലെ തന്നെ ഈ ബ്രസീലും ആഫ്രിക്കൻ രാജ്യങ്ങൾ അടക്കം ഉള്ള പുതിയ കുറെ നമ്മളിപ്പോ നമീബിയ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ പുതിയതായിട്ട് നമ്മൾ കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വലിയ പ്രശ്നം വരില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എണ്ണ വിലയും ട്രാൻസ്പോർട്ടേഷനും തമ്മിൽ എണ്ണ കമ്പനികൾ നടത്തിക്കൊണ്ടു പോകുന്ന ലാഭത്തിനാണ്. അല്ലാതെ അവിടുന്ന് നഷ്ടം സഹിച്ച് അവർ വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് നാട്ടുകാർക്ക് ഫ്രീ തരണം എന്ന് പറയാൻ നടക്കുന്ന കേസല്ല. നമ്മൾ കണ്ടതാ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു 6ഓളം ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ റഷ്യയുടെ നിന്ന് വാങ്ങുന്നത് കുറച്ചു തുടങ്ങിയായിരുന്നു. അവർ നിർത്താനൊക്കെ ഒരു പരിപാടി ചെയ്തായിരുന്നു. അതെന്താ വെച്ചാൽ റഷ്യ ഡിസ്കൗണ്ട് കുറച്ചപ്പോഴാണ്. കാരണം നമ്മൾ ലാഭം നോക്കിയിട്ടാണല്ലോ എല്ലാവരും കച്ചവടം ചെയ്യുന്നത്. ഇപ്പൊ റഷ്യ ആണ് അല്ലെങ്കിൽ അമേരിക്ക ആണെന്ന് പറഞ്ഞ സ്നേഹം മാത്രം പോരല്ലോ, ലാഭം വേണ്ടേ. അപ്പൊ ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഇതൊരു ശാന്തത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പോലെ ഇതൊരു താൽക്കാലികമായി കാണുന്ന ഒരു ശാന്തതയാണിത്. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ചെറിയ ശാന്തത ഇപ്പൊ നമ്മൾ കാണുന്നത്. ശാന്തത എന്ന് തന്നെ പറയാൻ കഴിയില്ല. കാരണം ഗസയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം ഇന്റർനാഷണൽ മീഡിയാസ് കൊടുത്തിരുന്നത് ടാങ്കുകൾ അതിന് ചുറ്റും വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേല്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതിന് ഏത് തരത്തിലാണ് ഇപ്പം പറയുന്നത്? എന്താണ്? അമേരിക്ക അംഗീകരിക്കില്ല പാലസ്തീനെ. അമേരിക്ക പറഞ്ഞു പാലസ്തീൻ അംഗീകരിക്കണം എന്നാണല്ലോ പുതിയ ഒരു മുദ്രാവാക്യം. ഫ്രാൻസ്
പറഞ്ഞിരിക്കുന്നു, മറ്റു ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ അമേരിക്ക പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കത്തൊന്നുമില്ല പാലസ്തീൻ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു ഇറാൻ വിട്ട് നിൽക്കുന്നു. ഇറാൻ പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്. അവർക്കിപ്പോഴും ആ പഴയ പിന്നെ ആണവ ആയുധമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നു. ഇതിനിടയിലാണ് ഈ ട്രംപ് ഇപ്പൊ വെറുപ്പിച്ച് ഏഷ്യയിലുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പുട്ടിന്റെ നല്ല കാലം തെളിയുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഒരു ഭയങ്കരമായ ഒരു നയതന്ത്ര നീക്കം നടത്തിയ വ്യക്തി ലോകത്ത് വ്ളാഡിമിർ പുടിനായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ വിളിക്കുന്നു, ചൈനയെ വിളിക്കുന്നു. അത് ഇന്ത്യയും ചൈനയും വിളിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപ് തായ്ലൻഡിനെയും കംബോഡിയയും വിളിക്കുന്ന പോലല്ല. കാരണം ഈ ഏഷ്യയിലെ തന്നെ ഇല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രബലമായ രണ്ട് സാമ്പത്തിക ശക്തികളെയാണ് പുടിൻ വിളിക്കുന്നത്. രണ്ടുപേരെയും കൂടെ ഒരേ ചരടിൽ പുടിൻ കോർത്തിണക്കി മുമ്പോട്ട് പോകുന്നു. ഇവിടെയാണ് ഈ ചപ്ലാജി രാജ്യങ്ങളെ വെച്ചുകൊണ്ട് ഈ ട്രംപ് കിടന്ന് കളിക്കുന്ന കളിയൊക്കെ നടത്തുന്നത്. പാകിസ്ഥാന്, കംബോഡിയ, അർമേനിയ, അസർബൈജാൻ അവിടെ പോയി വരട്ടുന്നു, ഇവിടെ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് എല്ലായിടത്തും പറഞ്ഞിട്ട കാര്യമുള്ളൂ, എന്നെ നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ പിന്തുണയ്ക്കണം. ഇക്കണക്കിന് പോയ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ അടിക്ക് പോലും ട്രംപ് പറയും ആ അടി നിർത്തിയത് ഞാനാണ്. അവരോടത്ത് പറയും നിങ്ങളോട് എനിക്ക് നോബൽ പ്രൈസിന് വേണ്ടിയിട്ടൊന്ന് നോമിനേറ്റ് ചെയ്യുക, എന്നെ പറയാൻ. ഇത്രത്തോളം നോബൽ പ്രൈസ് കൊതിയുള്ള ഒരു മനുഷ്യനുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ട്രംപ് പറഞ്ഞ ഒരു വലിയ ഒരു തെറ്റായ ഒരു കാര്യമുണ്ട്. ഈ റഷ്യ ഉക്രൈൻ വാറിൽ യുക്രൈനിൽ ആൾക്കാർ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ എണ്ണ വാങ്ങുന്നത്? അതും ഡോളറിലാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഡോളറിലല്ല, രൂപയിലാണ് വാങ്ങുന്നത്. ഡോളറിലാണ് വാങ്ങുന്നത്. ആ ഡോളർ വെച്ചിട്ടാണ് റഷ്യ ആയുധം വാങ്ങുന്നതെന്നാണ് പറയുന്നത്. ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഒരു ശ്രമം നടത്തിയതല്ലേ? പോളണ്ടിലും ഉക്രൈനിലും ഒക്കെ പോയി സംസാരിച്ചിരുന്നതല്ലേ? അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു മുൻകൈ എടുത്തിരുന്നവരാണ്, നമ്മൾ ഇത് സംസാരിച്ചിരുന്നവരാണ്. പിന്നെ 2022 മുതൽ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുന്ന അമേരിക്കയ്ക്ക് പുതിയ അറിവൊന്നും അല്ലല്ലോ. ഇപ്പൊ ട്രംപ് വന്നിട്ട് കിട്ടിയ ബോധോദയമൊന്നുമല്ല. പിന്നെ ട്രംപ് ചെയ്യുന്ന ആദ്യം യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ നിന്ന് വാങ്ങുന്ന ഗ്യാസും ഈ ഓയിൽസും അവർ നിർത്തുക. ആദ്യം അവർ എന്നിട്ടൊരു മാതൃക കാണിച്ചു കൊടുക്കണം, ദേ ഞങ്ങൾ നിർത്തി, ഇനി നിങ്ങൾ വാങ്ങരുത്. ഇവരെല്ലാ പണി ഇവർ തന്നെ ചെയ്യുകയും ചെയ്യും, മറ്റുള്ളവർ അത് ചെയ്യരുത് എന്ന് പറയുന്നിടത്താണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ത്യ കണക്ക് ഒരു ഇന്ത്യ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ത്യയാണ് ആദ്യമായിട്ട് പറഞ്ഞത് റഷ്യക്കെതിരെ ഏകപക്ഷീയമായ ഉപരോധം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യ. ചൈന പോലും പറഞ്ഞില്ല, ഇന്ത്യ നേരിട്ട് പറഞ്ഞു. കാരണം ഇന്ത്യ ഇത് വളരെ മുമ്പേ കണ്ടിരുന്നു, ട്രംപ് ഇതിനൊക്കെയുള്ള വിളച്ചിൽ കാണിക്കും, കുസൃതികൾ ഒപ്പിക്കുമെന്ന് കണ്ടതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞത് ഏകപക്ഷീയമായ റഷ്യക്കെതിരെയുള്ള ഉപരോധം ഞങ്ങൾ അംഗീകരിക്കില്ല, കാരണം നിയമമായിരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാൻ തുടങ്ങിയത്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ട്രംപ് പിടിച്ചിടോട്ട് കിട്ടിയില്ല, ഇനി നോബൽ കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തുമില്ല. ഏതായാലും ട്രംപ് ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് ഒരു ലോക മഹായുദ്ധത്തിന്റെ ഒരു അരങ്ങുണർത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹം. നമ്മൾ പറയത്തില്ലേ, ഈ വെടിമരുന്നിന് ഇനി ഒരു തീയുടെ ആവശ്യം കൂടെ ഉള്ളൂ, വെടിമരുന്നെല്ലാം പുള്ളി നിറച്ചു വെച്ചിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് അത്രയൊക്കെ പറ്റിയുള്ളൂ. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് അധികാരത്തിലേറി 100 ദിവസം കൊണ്ട് പുള്ളി എന്തൊക്കെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഈ 100 ദിവസം കൊണ്ട് പുള്ളിയെ കൊണ്ട് പറ്റിച്ചത് എല്ലായിടത്തും വെടിമരുന്നിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എവിടുന്നെങ്കിലും ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ മാലപ്പടക്കത്തിന് പൊട്ടുന്നതൊക്കെ പൊട്ടും. കാരണം ഇപ്പോഴത്തെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ഒരു സമയമാണ് ഈ ലോകത്തെമ്പാടും. അവർക്ക് മുമ്പോട്ട് പോയേ പറ്റും, എല്ലാവർക്കും പൈസ ആവശ്യമാണ്. ഈ സമയത്ത് അവർ എന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ച് എന്തിനും ഇറങ്ങും. അവർക്കൊരു ശല്യമായിട്ട് നിൽക്കുന്ന എന്തിനുമായും ഇറങ്ങും. ഇപ്പൊ ആഫ്രിക്കയിലുള്ള ചെറിയ രാജ്യങ്ങൾ പോലും ട്രംപ് പറയുന്നത് കേൾക്കാത്തൊരു സാഹചര്യത്തിലേക്ക് മുമ്പ് ഇന്നലെ മറ്റേ വെനസുലയുടെ ആണെന്ന് തോന്നുന്നു, അവിടുത്തെ പ്രസിഡന്റിന്റെ തലയ്ക്ക് 400 കോടി രൂപ പുള്ളി വിലയിട്ടിരിക്കുന്നു. വെനസുലയുടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാതെ പക്ഷേ അവിടെ അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. അപ്പം അത് ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ്. എണ്ണ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഈ പാവങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാറില്ല. കാരണം ഇവർക്ക് ഉപരോധമാണ്. ഉപരോധം വന്ന് എണ്ണ വിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ അവിടെ ആഭ്യന്തര കലാപം മറ്റുമൊക്കെ ഉണ്ട്. അതിനകത്ത് കയറിയാണ് വള്ളി പിടിച്ചിരിക്കുന്നത്. ഒരു ആഭ്യന്തര കലാപത്തിൽ ഏതൊക്കെ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടാണ് ഇപ്പൊ ട്രംപ് എത്തിയിരിക്കുന്നത്. ഇനി അവിടെയും സമാധാനം സൃഷ്ടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പറയും ഇങ്ങേർക്ക് നോബൽ പ്രൈസ് കൊടുക്കൂ എന്ന് പറയും. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ISIS-ന്റെ അടുത്ത് വരെ ഇങ്ങനെ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയണം, എനിക്ക് നിങ്ങളൊരു നോബൽ പ്രൈസ് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, പറഞ്ഞേക്കണം. അൽ-ഖ്വയ്ദ പിന്നെ ഇനിയും കിടക്കുന്നു ലക്ഷറെ തോവ ഇവന്മാരെ കൊണ്ടൊക്കെ ചിലപ്പോൾ പറയുകയായിരിക്കും. അല്ല, ഇത് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം, ഇത് എന്താണ്? എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇതേപോലത്തെ ഒരു പ്രസിഡന്റ് നമ്മൾ കണ്ടിട്ടില്ല. അമേരിക്കക്കാർക്ക് തന്നെ പൊറുതി മുട്ടുന്നു എന്നുള്ളതാണ്. കാരണം ട്രംപിനെ കയറ്റിയപ്പോൾ അവർക്ക് കുറെ സ്വപ്നമുണ്ടാകും. കാരണം ഇദ്ദേഹം കൊടുത്ത കുറെ വാഗ്ദാനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ റിബേറ്റ് ചെക്കുകൾ കൊടുക്കും, അത് കിട്ടുന്ന ലാഭവിഹിതം വീതിച്ചു നൽകും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പണ്ട് നമ്മുടെ നരേന്ദ്രമോദി 2014 ഇലക്ഷന് പറഞ്ഞിരുന്നു, അതിവിടെ ഇടതുപക്ഷക്കാർ എങ്ങനെയാണ് പ്രചരിപ്പിച്ചതെന്ന് നോക്കണം. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം, അതാ ഞാൻ ഈ പറഞ്ഞ ജനം വോട്ട് ചെയ്യുന്നതിന്റെ ഓരോ രീതികളെ. അന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്, ലോകത്തെമ്പാടും കിടക്കുന്ന കള്ളപ്പണം പിടിച്ചെടുത്താൽ ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ കിട്ടത്തക്ക രീതിയിലുള്ള പണം വിദേശത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് ഇവിടത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടെ അത്രയും ഭാഗം വെട്ടിയെടുത്തിട്ട് പറഞ്ഞു. നരേന്ദ്രമോദി പറഞ്ഞു, അത് അവർ ഇലക്ഷൻ ടൈമിൽ പറഞ്ഞില്ല കേട്ടോ. മോദി അധികാരത്തിൽ എഴുതി
ആദ്യത്തെ ടൈമിലും പറഞ്ഞില്ല, രണ്ടാമത്തെ ടൈമൊക്കെ ആയപ്പോഴാണ് പറഞ്ഞു അയ്യോ ഇനി ഇള ഇറങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അപ്പം ഈ പഴയൊന്ന് കുത്തിയെടുത്താലോ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. അന്ന് പിന്നെ മോദി അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ കുറെ പേർ വോട്ട് ചെയ്തതാണെന്നാണ് അവർ അന്ന് നരേറ്റീവ് ഇറക്കി. എന്ന് പറഞ്ഞ് ട്രംപ് കയറുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞ പക്ഷെ അങ്ങനെയല്ല. ട്രംപ് പറഞ്ഞ എനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഷെയർ ഞാൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും, എല്ലാവർക്കും ചെക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ചെക്ക് കൊടുക്കുവോ പുള്ളിക്ക് ചെക്ക് വെക്കുവോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാഗ്ദാനം അത്. പിന്നെ 24 മണിക്കൂറിനും ലോകത്തെ യുദ്ധങ്ങളെല്ലാം നിർത്തും, രണ്ടാമത്തെ വാഗ്ദാനം പുള്ളിയുടെ. മൂന്നാമത്തെ വാഗ്ദാനം ഇവിടുത്തെ കുടിയേറ്റക്കാരെ എല്ലാം നിർത്തും, അമേരിക്കൻസ് മാത്രം മതി ഇവിടെ എന്നുള്ളതാണ് മൂന്നാമത്തേത്. നാലാമത്തെന്ന് പറഞ്ഞാൽ എല്ലാ വ്യവസായങ്ങളും ഇവിടെ തന്നെ കൊണ്ടുവരും. പിന്നെ ഈ ലാഭം എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് അടിച്ചു കൊടുക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് കോടികളാണ് വരുന്നത്. ആ കോടികൾ വരുമ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത്. ഏതായാലും എങ്ങനെ പോകും കാര്യങ്ങൾ നടക്കും. ഇതേ നിലപാട് തന്നെയാണ് 1929 ഉണ്ടായിരുന്നത്. അതിന്റെ പരിണത ഫലമായിട്ട് യുദ്ധവും സംഭവിച്ചു. ഇനി ഇതും അതേ മെത്തേഡിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. ഇതിന്റെ പരിണത ഫലവും യുദ്ധം തന്നെയായിരിക്കും, യാതൊരു ഡൗട്ടും അതിനകത്തൊന്നുമില്ല. കാരണം ഈ ഒരു ദാർഢ്യവും കാര്യങ്ങളും കൊണ്ട് മുമ്പോട്ട് പോകില്ല. കാരണം ഇനിയിപ്പോ പുള്ളിയുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും അറിയാവോ? യാതൊരു സംശയവും വേണ്ട, ബ്രിക്സ് തകർക്കുക. ബ്രിക്സിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഇനി അദ്ദേഹത്തിനുള്ളൂ. കാരണം അദ്ദേഹം ഭയക്കുന്ന ഒരു കാര്യമുണ്ട്, ബ്രിക്സ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഡോളറിനെ ദോഷം ചെയ്യും. കാരണം 50% ബിസിനസ് ഈ ഏഷ്യൻ രാജ്യങ്ങളും സൗത്ത് ഏഷ്യയിലും ആണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായി തന്നെ ഡോളറിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയായിട്ട് അത് മാറും. അങ്ങനെയാണെങ്കിൽ ഈ അപ്രമാദിത്വം ലോകത്ത് കിട്ടില്ല. ഇന്ത്യ ഉൾപ്പെടെ ഇപ്പൊ വിലപേശാൻ തുടങ്ങും. ഇന്ത്യ പറയും ഞങ്ങളുടെ കയ്യിൽ രൂപയെ തരാനുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധനം തന്നാൽ മതി, ഡോളറും ഡീലറും ഞങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു പണി, അവിടെ തീർന്നു. അതുകൊണ്ട് ഇനി ബ്രിക്സിനെ തകർക്കുക എന്നുള്ള ശ്രമമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രിക്സിനെ തകർക്കാൻ ഇനി ട്രംപിന് പറ്റില്ല. പറ്റുമായിരുന്നു, ഇന്ത്യ കൂടെ നിർത്തിക്കൊണ്ട് ചൈനയെ പണിയാമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്ക് പണി തരാൻ വേണ്ടി പാകിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ചൊറിയാമായിരുന്നു. അതെല്ലാം തീർന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാനിൽ കയറി അടി കൊടുത്തോടുകൂടി അവന്മാരുടെ ഏതാണ്ടൊക്കെ പണി തീർന്നു. ഇപ്പൊ ചൈനയും ഇന്ത്യയും തമ്മിൽ അവർക്കെല്ലാം ഇപ്പൊ കാര്യം മനസ്സിലായി, ഇപ്പൊ അവർ ഒന്നിക്കാനുള്ള സാഹചര്യമാണ്. നേരത്തെ തന്മയത്വം, അതാണ് അമേരിക്കയിലുള്ള ബുദ്ധിയുള്ളവരൊക്കെ ട്രംപിനോട് പറയുന്നത്, ഞങ്ങൾ കുറെ നാളായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു, നിങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം കുളവാക്കിയെന്ന് അവർ പറയാൻ ഇടവന്നത് ഇതുകൊണ്ടാണ്. കാരണം അവർ സെറ്റ് ചെയ്തെല്ലാം ഒന്ന് കൊണ്ടുവന്നു. ഇനി അത് പറ്റില്ല, ഇനി അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ പല സഖ്യങ്ങൾ തന്നെ ഇന്തോ പസഫിക് മേഖലയിലൊക്കെ ഇന്ത്യയുടെ കൂടെ ബലത്തിലായിരുന്നു ഈ മറ്റ് പശ്ചാത്യ ശക്തികളെല്ലാം കൂടെ ചൈനയ്ക്കെതിരെ ഒരു വലിയ പടയൊരുക്കം നടത്തിയത്. ഇനി അതൊക്കെ എത്രത്തോളം മുൻപോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഒന്നുകിൽ ട്രംപിന് ഇവന്മാരെല്ലാം കൂടെ അടിച്ചിറക്കി പുറത്തു കളയും, ഈ ഇപ്പോ പറയുന്ന സഖ്യകക്ഷികളായ രാജ്യങ്ങളെല്ലാം കൂടെ. കാരണം ആർക്കും ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഈ റഷ്യയുടെ നേരെ നടത്തുന്ന ഈ നീക്കങ്ങൾക്കൊക്കെ ചെക്കോസ്ലോവാക്യ അടക്കമുള്ള രാജ്യങ്ങൾ എതിർപ്പാണ്. കാരണം അവരെ സംബന്ധിച്ച് റഷ്യയുടെ എണ്ണയാണ് അവരുടെ നട്ടല്. ഇങ്ങനെ പറയുന്നതും കേട്ടിട്ട് അവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എണ്ണ എവിടുന്ന് കൊണ്ടുവരും? തൊട്ടപ്പുറത്തുനിന്ന് എണ്ണ മേടിക്കുന്നതാണോ ലാഭം? ഈ ചുറ്റി വന്നിട്ട് ഈ പാവങ്ങൾ വേറെ ഒരിടത്തുനിന്ന് എണ്ണ കൊണ്ടിരുന്നതാണോ ലാഭം? ഒന്നും ആലോചിച്ചു. സ്വന്തം അടുത്ത് കിടക്കുന്ന കാനഡയ്ക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് 35%. ഇങ്ങനെ പോകും അദ്ദേഹത്തിന്റെ വിക്രികളും കാര്യങ്ങളും ഒക്കെ. ഏതായാലും കാത്തിരുന്ന് കാണാം. ഒരു കാര്യത്തിൽ എന്തായാലും ഉറപ്പുണ്ടാകാം, ഈ മാസം അവസാനം ഈ ഓഗസ്റ്റ് 31 എന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രഖ്യാപനം തന്നെ ലോകം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അതൊരു ഒന്നൊന്നര പ്രഖ്യാപനം തന്നെയായിരിക്കും. അതിപ്പോ ചൈന പറയുന്നത് പോലെ ചരിത്രപരമായ ഒരു സമ്മേളനമായിരിക്കും. കാരണം ഇതിപ്പോ ആദ്യമായിട്ട് നടക്കുന്ന ഉച്ചകോടിയൊന്നുമല്ല. ഈ ഉച്ചകോടി പലയിടത്തും നടന്നിട്ടുണ്ട്, റഷ്യയിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ ഉച്ചകോടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചരിത്രപരമായി നീക്കം. ഇപ്പൊ നമ്മൾ അറിയാൻ കഴിയുന്നത് ഈ ഉച്ചകോടിക്കിടയിൽ റഷ്യ, ഇന്ത്യ, ചൈന ഒരു കൂടിക്കാഴ്ച നടക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്ന ഒരു ലോകത്തിന് മുമ്പിലേക്ക് ഒരു പ്രസ് മീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കും. അതൊരു വലിയ വാർത്ത തന്നെയായിരിക്കും. അതിനുശേഷം എന്താകും സംഭവിക്കുക എന്നുള്ളതും പ്രവചനാതീതവുമാണ്.